നമ്മളിവിടെ വിമൻസ് ഹെൽത്ത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ മെയിനായിട്ട് വരുന്നത് പ്രഗ്നൻസി പീരീഡ്. ഒരു ഓർത്തോ മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ന്യൂറോ ആണെങ്കിൽ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ്. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്. ഒരു വിമൻസ് ഹെൽത്ത് ആണെങ്കിൽ വിമൻസ് ഹെൽത്ത്. ഈ 4 ക്രൈറ്റീരിയാസ് ഉള്ള സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ അറ്റ് എ ടൈം നമ്മൾ ഒരു ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. PMEGP എന്ന ഒരു പദ്ധതിയെ പറ്റി അറിയാൻ പറ്റി. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ കോളേജ് SBI ബാങ്കുമായിട്ടും ഈ PMEGP അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് അറൗണ്ട് 20 lakhs ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മസിൽ സ്ട്രെങ്തൻ ചെയ്തേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 10 ദിവസമായി വന്നിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മോശമായത് കാരണം അല്ലെങ്കിൽ ആ പൈസ എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മുടെ സർവീസ് കിട്ടാതിരിക്കത്തില്ല. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം റീഹാബ്സ് അഡ്വാൻസ്ഡ് ന്യൂറോ ആൻഡ് സ്പോർട്സ് വിത്ത് വിമൻസ് കെയർ ഫിസിയോതെറാപ്പി സെൻ്ററിലാണ്. കോട്ടയം ഏറ്റുമാനൂർ റോഡിൽ കാരിത്താസ് ജംഗ്ഷനിലാണ് കോട്ടയം റീഹാബ്സ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം റീഹാബ്സ് എന്നാൽ കോട്ടയത്തെ ആദ്യത്തേതും കേരളത്തിലെ വിരലിലെണ്ണാവുന്നതുമായ പൂർണ്ണ സജ്ജമായ ഫിസിയോതെറാപ്പി സെൻ്ററാണ്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്കിവിടേക്ക് രോഗികളുമായിട്ട് വരുന്നവർക്ക് അവരുടെ വാഹനം പാർക്ക് ചെയ്ത് നേരെ ഫിസിയോതെറാപ്പി സെൻ്ററിനുള്ളിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. അതുകൂടാതെ രോഗികളെയും കൊണ്ട് വരുന്ന അവരുടെ കൂട്ടിരിപ്പുകാർക്ക് അകത്ത് വിശ്രമിക്കാനുള്ള സൗകര്യവും അതുകൂടാതെ അവർക്ക് സ്നാക്സോ ചായയോ കാപ്പിയോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കോട്ടയം റീഹാബ്സിനുള്ളിലേക്ക് കടന്നു ചെല്ലാം. കോട്ടയം റീഹാബ്സിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്, എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ നോക്കി വരാം. വരും. ഇപ്പോൾ എൻ്റെ കൂടെ കോട്ടയം റീഹാബ്സിൻ്റെ MD ഡോക്ടർ വിശാഖ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കോട്ടയം റീഹാബ്സ് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എങ്ങനെയാണ് ഈ കോട്ടയം റീഹാബ്സ് ഒരു റീഹാബിലിറ്റേഷന് വേണ്ടി മാത്രമായിട്ട് ഇത്ര വിപുലമായ ഒരു സന്നാഹം ഒരുക്കാൻ എന്താണ് കാരണം? നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയെ പറ്റി ഒരു വലിയൊരു സാധ്യത നമ്മളെ പേഷ്യൻസിൻ്റെ ഇടയിൽ ഇപ്പം നല്ലൊരു അവയർനെസ് ഉണ്ട്. ഫിസിയോതെറാപ്പി എന്താണ്, എന്തിനൊക്കെയാണത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണേണ്ടത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അറൗണ്ട് ഒരു കോട്ടയത്തുള്ളൊരു പേഷ്യൻ്റ് സർക്കിൾസ് എപ്പോഴും അവർ നമ്മൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ അവർ എറണാകുളം, ബാംഗ്ലൂർ, വെല്ലൂർ അങ്ങനെ കുറേ സൈറ്റ്സാണ് പറയുന്നത്. നമുക്കൊരു നല്ലൊരു സെൻറ്റർ നമ്മളെ കോട്ടയത്ത് ഇല്ലായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു അമ്മഞ്ചേരിയിലൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു സെക്കൻഡ് സെൻറ്ററാണ്. വേറൊരു അടുത്തൊരു സെൻറ്റർ കാണക്കാരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു സെൻറ്റേഴ്സ് കൊടുക്കാനുള്ളൊരു അല്ലെങ്കിൽ ഇങ്ങനെ 2-3 സെൻറ്റേഴ്സ് വീണ്ടും നമ്മൾ തുടങ്ങാനുള്ള കാരണം അത്രയും പേഷ്യൻസ് നമുക്ക് വരികയും അവർക്ക് നല്ലൊരു ഔട്ട്കം കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു വലിയൊരു സെൻറ്റർ മുന്നോട്ട് വയ്ക്കാൻ കാരണം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലാണെങ്കിലും ഒരു ക്ലിനിക്കിലാണെങ്കിലും ഒരു ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ അയാളുടെ നേതൃത്വത്തിൽ കുറച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും ആ ക്ലിനിക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കോട്ടയം റീഹാബ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അപ്പോൾ അറ്റ് എ ടൈം ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ ഏതൊക്കെ തരത്തിലുള്ള മാനേജ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഓർത്തോ മാനേജ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ന്യൂറോ ആണെങ്കിൽ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ്. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്. ഒരു വിമൻസ് ഹെൽത്ത് ആണെങ്കിൽ വിമൻസ് ഹെൽത്ത്. ഈ 4 ക്രൈറ്റീരിയാസ് ഉള്ള സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ അറ്റ് എ ടൈം നമ്മൾ ഒരു ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാത് സെക്ഷൻ അനുസരിച്ച് നമുക്ക് പേഷ്യൻസിന്
ഈ ട്രീറ്റ്മെൻറ്റ്സുകളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓരോ കാറ്റഗറി പേഷ്യൻസിനും ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു സമയമുണ്ടല്ലോ. അത് ഈ ആക്സിഡൻറ്റ് കേസിൽ ഒരു സർജറി കഴിഞ്ഞവർക്ക് സർജറി കഴിഞ്ഞ് ഇത്ര നാൾക്ക് ശേഷമേ അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരു പാരാപ്ലീജിയ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് സംഭവിച്ച ഒരാൾക്ക് അവർക്കൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്? ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ഇപ്പോൾ സ്ട്രോക്ക് വന്ന എല്ലാവരും ഈ ICUലാവണമെന്നില്ല. ചെറിയ സിംറ്റംസ് ആയ പേഷ്യൻസ് ഉണ്ടാവും, ചിലർക്ക് ഫുള്ളി പാരലൈസ്ഡ് ആവുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോ കാറ്റഗറി അനുസരിച്ചാണ്. പക്ഷേ എനിവേ നമ്മൾ ഫിസിയോതെറാപ്പി ഡേ 1 തൊട്ട് തന്നെ സ്ട്രോക്ക് പേഷ്യൻസിന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ റെസ്പിറേറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാനും നമ്മുടെ ലങ് എക്സ്പാൻഷൻ കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ റെസ്പിറേറ്ററി കെയർ ഫിസിയോതെറാപ്പിക്കാർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, പാസീവ് മൂവ്മെൻറ്റ്സ്, പേഷ്യൻറ്റിന് തന്നെ ലിംസ് അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ ആ മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്തു കൊടുക്കും. കാരണം മസിൽ വേസ്റ്റിങ് ഒഴിവാകാൻ വേണ്ടിയിട്ട്, പിന്നെ എഡിമ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ബാക്കപ്പ് നമ്മൾ ഫിസിയോ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ന്യൂറോ സൈഡ് നമ്മൾ ഡേ 1 തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ട്രോക്ക് പേഷ്യൻസ്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കേസിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം അത് ഡിപ്പെൻസ് ഓർത്തോപീഡീഷ്യൻ സർജൻസിൻ്റെ ആ ഒരു ക്ലിയറൻസിന് ശേഷം നമ്മൾ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫിസിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രേഡ് വരെ പോവാം. അത് ചിലതാണെങ്കിൽ നമുക്ക് ഫിസിയോ സ്റ്റാർട്ട് ചെയ്ത ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ നമുക്ക് ഫുൾ മസിൽ പവറിലോട്ട് പോവാം. പിന്നെ ഫുൾ ബോഡി എക്സസൈസിലോട്ട് പോവാം. പിന്നെ നമുക്ക് തിരിച്ച് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം ഏരിയ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ പേരെങ്ങനെയാണ്? പേര് ശിവശങ്കരപിള്ള. ശിവശങ്കരപിള്ള. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഞാൻ ദേവലോകത്താണ്. എന്ത് ചെയ്യായിരുന്നു? സർവീസിലായിരുന്നു? യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. കുസാറ്റിലെ പ്രൊഫസറായിരുന്നു. ഏതായിരുന്നു സബ്ജക്റ്റ്? ഞാൻ അപ്ലൈഡ് കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ ഡയറക്ടറായിരുന്നു. അത് ശരി. കുസാറ്റിൽ നിന്നാണോ റിട്ടയർ ആയത്? കുസാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ബട്ട് ഐ വാസ് സ്റ്റിൽ വർക്കിംഗ്. ഓക്കെ സാർ, ഇപ്പം ഇവിടെ വന്നത് ഐ ആം അപ്രോച്ചിങ് 80. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ധാരാളം യാത്ര ഉണ്ടായിരുന്നു. യാത്രയൊക്കെ ഇപ്പം കുറച്ചിട്ട് പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം ഓൺലൈൻ പിന്നെ ഇതിലാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഐ വാസ് കൺസൾട്ടൻറ്റ് ഫോർ 3 ഫേംസ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കോൺഫറൻസ് കാരണം വീട്ടിൽ നമ്മൾ ഇരുന്ന് ചെയ്യുന്നു. ഐ വാസ് സിറ്റിംഗ് ഓൾ ദ വൈ. അത് കഴിഞ്ഞ് റിപ്പോർട്ടുകളൊക്കെ വായിക്കുന്നതും കമ്പ്യൂട്ടറിലിട്ടാണ്. അങ്ങനെയായി ശൈലജ പിന്നെ കുഞ്ഞു വന്നു. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും അപ്പോൾ കാണുന്നവർക്കൊരു വിഷമം, എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. നടുവിനൊക്കെ ഒരു ഭയങ്കര പിടുത്തവും. അങ്ങനെ സ്റ്റൂപ്പ് ചെയ്ത് പോകുന്നതായിരുന്നു. ഇരുന്നുള്ള ജോലി കൊണ്ടാണോ? ഇരുന്നുള്ള ജോലി കൊണ്ടും എക്സർസൈസ് വേണ്ട പോലെ ചെയ്യാത്തതുകൊണ്ടും പിന്നെ ഏജിലെ കൊണ്ടുവരും. മൈ സൺ ഈസ് ആൻ ഓർത്തോപീഡിക് സർജൻ. ഓക്കെ. അപ്പോൾ ഹി അഡ്വൈസ്. അദ്ദേഹം ഇവിടെ ഏത് ഹോസ്പിറ്റലിലാണ്? ഹി ഈസ് ഇൻ ലണ്ടൻ. ഓക്കെ. അപ്പം അതുകൊണ്ട് ഹി അഡ്വൈസ് മീ ടു ടേക്ക് ഫിസിയോതെറാപ്പി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാൽസിഫിക്കേഷൻ ഓഫ് മസിൽസ് അത് വരുന്നതുകൊണ്ട് മസിൽ സ്ട്രെങ്തൻ ചെയ്തേ പറ്റുള്ളൂ ബാക്കിയുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കസിനോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ, ദെൻ ഹി ടോൾഡ് മീ യു ജസ്റ്റ് അപ്രോച്ച് ഡോക്ടർ വിനോദ്. അപ്പോൾ പുതിയ ഇതാണ്. അപ്പോൾ ഹി ഹാസ് ഇൻസ്ട്രുമെന്റ്സ്, സോ ഹി വിൽ ഗൈഡ് യു ടു. ഞാനിപ്പോൾ ഒരു 10 ദിവസമായി വന്നിട്ട് ആൻഡ് ദർ ഇസ് ഡെഫിനറ്റ് ഇംപ്രൂവ്മെന്റ്. ഞാൻ കുറേ സമയം കൂടെ ചെയ്തിട്ട് ടിൽ ഇറ്റ് കംസ് ടു ഒരു നോർമൽ ഇതിലേക്ക് വരുന്ന വരെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് കോട്ടയം റീഹാബ്സിൽ ഒരു ക്ലിനിക്കിൻ്റേതായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ ഒരു ആശുപത്രി ആംബിയൻസ് അല്ലാതെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ കാരണം? ഓവറോൾ നമ്മൾ എല്ലാവരും എന്താ പറയുക, ഒരു വണ്ടിയെടുത്ത് സ്പീഡിൽ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഒരു ജോലിയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നാണ് ഈ പറഞ്ഞ സ്ട്രോക്ക് ആണെങ്കിലും ആക്സിഡൻ്റ് ആണെങ്കിലും സംഭവിക്കുന്നത്. ഇന്നലെ വരെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ ഇന്ന് അയാൾക്ക് 4 പേരുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ആ പേഷ്യൻ്റ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു പേഷ്യൻ്റ് നമ്മളെ ഒരു ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന സമയത്ത് ഓൾറെഡി ആ പേഷ്യൻ്റ് നാളുകളോളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നതാണ്.
വീണ്ടും വീണ്ടും ഹോസ്പിറ്റൽ എന്നത് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ നിൽക്കുകയായിരിക്കും. ആ ഹോസ്പിറ്റലിൻ്റെ ചുവരുകൾ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ, ആ സ്ഥിരം കേൾക്കുന്ന സൗണ്ടുകൾ, അതൊക്കെ പുള്ളിയുടെ ഒരു ഇറിറ്റബിൾ മൈൻഡിലോട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും റീഹാബിലിറ്റേഷൻ വരുമ്പോഴും നമ്മൾ ഈ സെയിം ആംബിയൻസ് കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് വീണ്ടും ഇതിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കുറയും. ആ ഒരു ഇൻവോൾവ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഫുൾ ആൻഡ് ഫുൾ മാറ്റിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഫ്രണ്ടിൽ കയറുമ്പോൾ പോലും നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റിക്കർ പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഒന്നുമില്ല. അപ്പം ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പിന്നെ എല്ലാ പേഷ്യൻസിനും നമുക്കൊരു പ്രൈവസി, ഓരോരോ പേഷ്യൻസിനും പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ക്യൂബിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവിടെ വേറൊരു പേഷ്യൻ്റ് ഇൻവോൾവ് ആവുകയോ നമുക്ക് അപ്പുറത്ത് ഉള്ള പേഷ്യൻറ്റുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരികയോ ചെയ്യുന്നില്ല. അപ്പം അവർ ഭയങ്കര കംഫർട്ടായിരിക്കും ആ സ്ഥലത്ത്. ക്യൂബിക്കിൾ എത്ര എണ്ണം ഉണ്ട് നമുക്കിവിടെ? ട്രീറ്റ്മെൻറ്റ് ക്യൂബിക്കിൾസ് ആയിട്ട് തന്നെ 7 ഉണ്ട്, മേളിലും താഴെയായിട്ട്. പിന്നെ എക്സസൈസ് ഏരിയ, പ്രത്യേകിച്ച് 2 എക്സസൈസ് ഏരിയ. എത്ര സ്ക്വയർ ഫീറ്റിലാണ് മുഴുവൻ മൊത്തം ബിൽഡിംഗ്? നമുക്ക് ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ 2000 സ്ക്വയർ ഫീറ്റ്, ഫസ്റ്റ് ഫ്ലോർ 2000, അങ്ങനെ 4000 സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത്. വെയിറ്റിംഗ് ഏരിയ കൂട്ടാതെയാണ് വെയിറ്റിംഗ് ഏരിയ. കാരണം നമ്മളൊരു വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് ചെറിയ ഗെയിംസും ഒരു TV ഏരിയ അങ്ങനെ കുറച്ച് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു പേഷ്യൻ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഒരു ഫിസിയോതെറാപ്പി സെക്ഷൻ ഒരു പേഷ്യൻ്റ് എടുക്കും. അപ്പോൾ ഈ വരുന്ന ബൈസ്റ്റാൻഡർ ശരിക്കും ഭയങ്കര ക്ഷമയോടെ ഇരിക്കണം. അപ്പം അയാളെ കംഫർട്ട് ആക്കുക. കാരണം അടുത്ത ദിവസങ്ങളിൽ ഇയാൾ ഒരു റുട്ടീനായിട്ട് വരുമ്പം അയാൾക്ക് റിക്രിയേഷനുള്ള അത്യാവശ്യ സൗകര്യങ്ങളോട് ഒരുക്കുന്നുണ്ട്. കാരണം പേഷ്യൻ്റ് നമ്മളിവിടെ ഫിസിയോതെറാപ്പിയുടെ എൻഗേജഡ് ആയിട്ട് നിൽക്കും. ബൈസ്റ്റാൻഡർ അവിടെ ഒരു 1.5 മണിക്കൂർ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസിലോട്ട് പോകും. ഈ കുട്ടികൾക്കുള്ള സെറിബ്രൽ പാൾസി ഒക്കെ പോലെയുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കുള്ളതുണ്ടോ? ഞങ്ങളുടെ ഫസ്റ്റ് ക്ലിനിക്ക് അമ്മഞ്ചേരിയിലത് ന്യൂറോ ആൻഡ് പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ കൂടുതലും നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് പേഷ്യൻസ്, പിന്നെ സ്ട്രോക്ക്, പിന്നെ ഈ പറഞ്ഞ പീഡിയാട്രിക്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് പീഡിയാട്രിക്സ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഒരു പീഡിയാട്രിക് ഏരിയ തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെയും ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് സെക്ഷൻസ്, പിന്നെ ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് പോയിരുന്നത്. കുട്ടികൾക്ക് ഈ മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് ന്യൂറോയ്ക്ക് നമ്മൾ വരുന്ന പേഷ്യൻസിന് കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കവിടെ സ്ഥലപരിമിതി വന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സെക്കൻഡ് സെൻറ്ററിനെ പറ്റി ആലോചിക്കുകയും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. സ്പീച്ച് തെറാപ്പി ഉണ്ടോ? നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ കോട്ടയം മെഡിക്കൽ കോളേജ് 5 ജില്ലകൾക്ക് അവിടുത്തെ ജനങ്ങൾ ചികിത്സയ്ക്കായിട്ട്, പ്രധാന ചികിത്സയ്ക്കായിട്ട് ആശ്രയിക്കുന്നൊരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതുകൂടാതെ 2 വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്ന ഏത് ജില്ലകളിൽ നിന്നാണ്? നമുക്ക് കോട്ടയത്ത് നിന്ന് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പം ഒത്തിരി ആൾക്കാർ ഈ ആലപ്പുഴ, കൊല്ലം, എറണാകുളം സൈഡിൽ നിന്ന് പോലും ഇവിടെ സ്റ്റേ ചെയ്ത് ഫിസിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ എൻക്വയറി നടത്തുന്നുണ്ട്. നമ്മളിപ്പം പ്രസൻ്റ്ലി സ്റ്റേ അലൗഡ് ചെയ്യുന്നിട്ടില്ല. പക്ഷേ എല്ലാവരും അടുത്തുള്ള നൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ നിന്നിട്ടാണ് ഫിസിയോതെറാപ്പിക്ക് വരുന്നത്. കാരണം അതിനുള്ള ഒരു നമുക്ക് ഈ ഒത്തിരി ഫെസിലിറ്റീസ്, നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു 1:1 എന്ന റേഷ്യോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഫിസിയോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് വൈൻഡപ്പ് ചെയ്യുന്നവരെ ആ ഒരു പേഷ്യൻസിൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതൊരു ഒരു സാധാരണ എല്ലായിടത്തും ഫുൾ ടൈം ഒരു ഫിസിയോ ഒരു പേഷ്യൻസിന് ഉണ്ടാവാറില്ല. നമുക്ക് ആ കാര്യം നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഫുള്ളി ഫ്ലെഷ്ഡ്, ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ആണെന്ന് തോന്നുന്നു കോട്ടയം റീഹാബ്. അതെ, കോട്ടയത്ത് ആദ്യമായിട്ടാണ്. കോട്ടയത്ത് ഇത് ആദ്യത്തേതാണ് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളത്. എല്ലാ ഇപ്പം നമ്മൾ ഓർത്തോയ്ക്കും ന്യൂറോയ്ക്ക്, സ്പോർട്സിന്, ഇതിനൊക്കെ ഒരു ക്ലിനിക്കിൻ്റെ അണ്ടറിൽ തന്നെ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെയ്ത് ആദ്യമായിട്ടാണ് ഈ കൗൺസിലിംഗ് സെക്ഷൻ, ഡയറ്റീഷ്യൻസ് എല്ലാവരും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കോട്ടയം റീഹാബ്സ് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും നമുക്ക് അവിടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാവർക്കും നിർബന്ധമായിട്ടും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ ഒരു പേഷ്യൻ്റ് ഒരു 10 ദിവസത്തെ സെക്ഷനായിട്ട് വരുന്ന സമയത്ത് ഒരു 5 ദിവസം കഴിയുമ്പോൾ പേഷ്യൻ്റ് തന്നെ പതുക്കെ പറയും, ഞങ്ങൾ നിർത്തുവാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ഓൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും.
ബാക്കി ദിവസത്തെ നമ്മളൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് പേഷ്യൻസിന് അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ആഫ്റ്റർ ഓൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഫിനാൻഷ്യലി അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെഫിനറ്റ്ലി അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഒരു സർവീസ് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മോശമായത് കാരണം, അല്ലെങ്കിൽ ആ പൈസ എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മുടെ സർവീസ് കിട്ടാതിരിക്കത്തില്ല. നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രത്യേകം അവരെ കരുതും. ഉറപ്പായിട്ടും. നമുക്ക് ശരാശരി ഒരു ദിവസം എത്ര പേഷ്യൻസാണ് കോട്ടയം റീഹാബ്സിൽ എത്തുന്നത്? നമുക്ക് ഇപ്പോൾ അറൗണ്ട് 20 to 25 പേഷ്യൻസ് പെർ ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പേഷ്യൻസ് നേരത്തെ ടൈം കൊടുത്ത സോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ന്യൂറോ പേഷ്യൻസിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ടൈം കൊടുക്കും, പിന്നെ ഓർത്തോ പേഷ്യൻസിന് അങ്ങനെ. കാരണം എല്ലാ ടൈപ്പ് പേഷ്യൻസും അറ്റ് എ ടൈം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ 9 to 9 ആണ് ഉള്ള സമയം. അതെ അതെ. കാരണം ഒരു 5 o'clock ശേഷം ഈ ഒരുപാട് പേര് ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ പാരൻസിനെയൊക്കെ കൊണ്ടുവരാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടേ പറ്റുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അവരെ കൺസിഡർ ചെയ്തുകൊണ്ടൊരു സ്പെഷ്യൽ ടൈം നമ്മൾ 5 to 9 വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം റീഹാബ്സിലെ കൗൺസിലിംഗ് റൂമിലാണ്. നമുക്കിപ്പം ഇവിടെ സീനിയർ ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് മാഡം സോന സാജു ഉണ്ട്. നമുക്ക് മാഡത്തോട് ചോദിക്കാം, മാഡം ഇവിടെ എന്താണ് ഒരു കൗൺസിലിംഗ് റൂമിൻ്റെ ഒരു ആവശ്യം എന്താണ് ഇവിടെ വരുന്നത്? മെയിൻലി നമുക്ക് പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പ്രോബ്ലംസ് എക്സാക്റ്റ് എന്താണ്, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുക, ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസിനെ പറ്റിയൊക്കെ അവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന ഫാമിലിക്കും, അതായത് ബൈസ്റ്റാൻഡേഴ്സിനും ഉള്ള എഡ്യൂക്കേഷനും ആ ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ ആദ്യം അവരെ ഇവിടെ ഇരുത്തി അവർക്ക് കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മൾ ആദ്യം കൺസൾട്ടേഷൻ റൂമിലേക്കായിരിക്കും പോവുക, അവരുടെ അസസ്മെന്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വന്ന് അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി വിശദീകരിച്ച് അവരോട് പറയും. ഇത് എല്ലാ പേഷ്യൻസിനും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കടന്നു പോകേണ്ടതായിട്ടുണ്ടോ, അതോ അത്ര അത്യാവശ്യമുള്ളവർക്ക് മാത്രം മതിയോ? ഇല്ല, തീർച്ചയായും എല്ലാ പേഷ്യൻസും അവരറിഞ്ഞിരിക്കണം അവരെന്താണ്, നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അപ്പം അവരുടെ എക്സാക്ട് പ്രോബ്ലംസ് എന്താണ് അതിനെപ്പറ്റി വിശദീകരിച്ച് പറയുക. അത് കഴിഞ്ഞ് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് അതിനെപ്പറ്റി പറയണം. അവരെന്ത് ട്രീറ്റ്മെൻറ്റിനാണ് വിധേയരാകാൻ പോകുന്നത് അതിനെക്കുറിച്ച് അവരെ ഒന്ന് അവെയർ ആക്കുക. അതെ, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ 1 മണിക്കൂർ സെഷൻ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1 week 2 weeks ആണെങ്കിൽ പോലും ഇവിടെ 1 hour സെഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ വിമൻസ് ഹെൽത്ത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ മെയിനായിട്ട് വരുന്നത് പ്രഗ്നൻസി പീരീഡ്, അതായത് 3 ട്രൈമസ്റ്ററാണ് ഒരു പ്രഗ്നൻറ്റ് ലേഡി കടന്നു പോകുന്നത്. അപ്പോൾ ആ 3 ട്രൈമസ്റ്ററിലും അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതായത് കഴുത്ത് വേദന, നടുവേദന, പിന്നെ അവരുടെ പോസ്ചർ, പ്രഗ്നൻസി പീരീഡിൽ അവരുടെ ബെല്ലി കാരണം അവരുടെ പോസ്ചർ വളരെ വ്യത്യാസമുണ്ടാവും. അതായത് നോർമലായിട്ട് നമ്മൾ നടക്കുന്നത് പോലെ ആയിരിക്കില്ല അവർ നടക്കുന്നത്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ശരീരവേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പിന്നെ നോർമൽ ഡെലിവറിക്ക് അവരെ സഹായിക്കാൻ വേണ്ടുന്ന എക്സസൈസസ് ആണ് നമ്മളിവിടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതാണ് അവരുടെ പ്രീ നേറ്റൽ പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പോസ്റ്റ് നേറ്റൽ, അതായത് ആഫ്റ്റർ ഡെലിവറിയിൽ എങ്ങനെയാണ് അവരിപ്പോൾ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി അവരതെങ്ങനെയാണ് പിടിക്കേണ്ടത്. കാരണം എന്താ പറയുക, കഴുത്ത് കുനിച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് കഴുത്ത് വേദന ഉണ്ടാവും. അപ്പം അതെങ്ങനെയാണ് ആ പ്രോപ്പർ പോസ്ചറിൽ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ടത്, ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്, ലാക്ടേഷൻ ടെക്നിക്സ്. പിന്നെ അവരുടെ മസിൽസ് എല്ലാം വീക്കായിരിക്കും ആഫ്റ്റർ ഡെലിവറി. അതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും അവരുടെ പെൽവിക് ഫ്ലോ മസിൽസ് എന്ന് പറയും, അബ്ഡോമിനൽ മസിൽസ്. അപ്പം അതൊക്കെ വീക്കാകും. അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സച്ച് ആസ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതായത് യൂറിൻ ലീക്ക് ആകുന്ന പ്രോബ്ലം. ഇപ്പം നമ്മളൊന്ന് കഫ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒന്ന് സ്നീസ് ചെയ്യുമ്പം യൂറിൻ ലീക്ക് ആകുന്ന പ്രോബ്ലം. അപ്പം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പെൽവിക് ഫ്ലോ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പാലൂട്ടേണ്ടത്, അവരുടെ പോസ്ചർ അവരെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ. പിന്നെ വിമൻസ് ഹെൽത്തിൽ വരുന്നത് മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഡിസ്മെനോറിയ, എമെനോറിയ എന്ന് പറഞ്ഞ് കുറേ മെൻസ്ട്രുവൽ റിലേറ്റഡ്, അതായത് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ നിരവധിയുണ്ട്.
അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മളിവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മുടെ മെയിൻ എക്സസൈസ് ഏരിയ. അതായത് ഇപ്പം വിമൻസ് ഹെൽത്തിനാണെങ്കിൽ പോലും ഇപ്പം സ്വിസ് ബോർഡ്, സൈക്ലിംഗ്, പിന്നെ ബാലൻസ് കോർഡിനേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ന്യൂറോളജിക്കൽ പേഷ്യൻസിനുള്ളതും ഒക്കെ, അതായത് ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് വന്നിട്ടുള്ള പേഷ്യൻസിന് സ്ട്രെങ്ത് ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കാനുള്ള മെയിൻ എക്സസൈസ് ഏരിയ ആണിത്. അതായത് പെയിൻ മൊഡാലിറ്റീസ് നമ്മൾ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനാണെങ്കിൽ പോലും അവർക്ക് പെയിൻ ഉണ്ടാവും. ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻ മൊഡാലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അപ്പം അവരുടെ പ്രൈവസി നമ്മൾ കണക്കിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് ക്യൂബിക്കിൾസ്. ഇത് നമ്മുടെ പെയിൻ മൊഡാലിറ്റി, വൺ ഓഫ് ദ പെയിൻ മൊഡാലിറ്റീസ് ആണ്. അവർക്ക് ഇപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിലും ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആദ്യം അവരുടെ പെയിൻ ഒന്ന് നമ്മൾ സബ്സൈഡ് ചെയ്തിട്ട് വേണം ബാക്കി എക്സസൈസിലേക്ക് കിടക്കാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ്ലി പെയിൻ മൊഡാലിറ്റീസിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ്റെ ചുമതലയുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് അക്ഷയ് കൃഷ്ണയാണ്. നമുക്ക് അക്ഷയ് കൃഷ്ണയോട് ചോദിക്കാം, ഇവിടെയുള്ള ഈ ഉപകരണം ഇത് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ എത്രമാത്രം വളരെ പ്രയോജനപ്പെട്ടതാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അക്ഷയ്, നമസ്കാരം. നമസ്കാരം. ഇത് എന്താണ് സ്പോർട്സ് റീഹാബിലിറ്റേഷനിൽ ഇതിൻ്റെ ഒരു റോൾ എന്താണ്? ഇതിന്റെ പേര് എക്സസൈസ് സ്മിത്ത് എന്നാണ്. എക്സസൈസ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്സ് ഇഞ്ചുറി, ഒരു ലിഗമെന്റ് ടയറോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണ്. വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പെയിൻ മാനേജ്മെന്റ് ചെയ്യും. ഈ പെയിൻ മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിനപ്പുറം നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് എന്നൊരു ഫുൾ സ്പേസ് ബാക്കിയുണ്ട്. അതിൽ ആ എഫക്റ്റഡ് ഏരിയ മാത്രമല്ല, ഫുൾ ബോഡി വീക്ക് ആയിട്ടുണ്ടാവും ആ ഇഞ്ചുറിയിൽ, ആ റെസ്റ്റിംഗ് പീരീഡിലല്ല. നമ്മൾ ഇതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി എക്സസൈസ് ചെയ്തിട്ട് ഫുൾ ആ വന്ന സ്പോർട്സ് അത്ലറ്റിനെ അല്ലെങ്കിൽ പ്ലെയറിനെ തിരിച്ച് ആ ഗെയിമിലോട്ട് ഫുൾ എന്തായിരുന്നോ പ്രീ ഇഞ്ചുറി അയാളുടെ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതായത് അദ്ദേഹം ഒരു ഫുട്ബോളർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ വെറുതെ നടക്കാനാക്കുക മാത്രമല്ല, അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ അദ്ദേഹത്തെ വീണ്ടും പ്രാപ്തനാക്കുക. ഒരു വലിയ ഫിറ്റ്നസ് പാർക്കിലൊക്കെ കാണുന്ന പോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണല്ലോ ഇവിടെ കാണുന്നത്. അവർ കണ്ടാൽ ഒരു ജിംനേഷ്യത്തിൻ്റെ ഒരു 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 ലുക്കാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം ഇവിടെ? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു സ്പോർട്സ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റോ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് പതുക്കെ നടന്നു പോവുക അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറുക എന്നതായിരിക്കും ഒരു റീഹാബിലിറ്റേഷൻ്റെ ഒരു ബേസിക് സ്ട്രെച്ച്. നമ്മൾ ആ ഒരു ബേസിക് നീഡ്സ് ഉണ്ട്. അത് കൂടാതെ ഒരു 2 സ്റ്റെപ്സ് കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പേഷ്യൻറ്റിൽ. അപ്പോൾ നമ്മൾ ഇതാവുമ്പോൾ ഒരു 50 kg വെയിറ്റ് വരെ നമുക്ക് പേഷ്യൻസിന് ലെഗ് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ആദ്യമേ തൊട്ടേ നമ്മളൊരു പേഷ്യൻറ്റിന് ലോവർ ലിംബ് താഴോട്ടുള്ള മസിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെയിറ്റ് കാറ്റഗറി വെച്ച് ഇപ്പോൾ ഓക്കെ ഫസ്റ്റ് 5 days പേഷ്യൻറ്റിന് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് 5 days അത് ഒരു പേഷ്യൻറ്റിന് എന്താ പറയുക ഒരു 5 മൂവ്മെൻറ്റ്സിലോട്ട് ഒരു പെർഫെക്ഷൻ ോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് ജിമ്മിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് തോന്നിയത്. ലെഗ് എക്സ്റ്റൻഷൻ, ലെഗ് കേൾ എന്ന് പറയുന്ന ഒരു മെഷീനാണിത്. ഒരു ന്യൂറോളജി പേഷ്യൻ്റ് വന്നാൽ ആദ്യം ഇവിടെ നിന്നാണോ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്? അതെ. മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റിലുള്ള പേഷ്യൻസിനാണ് മെയിനായിട്ട് നമ്മൾ ഈ ടിൽറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ടിൽറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ടിൽറ്റ് ടേബിൾ, അതെ. അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ ന്യൂറോ സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എന്നീ കണ്ടീഷനുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലും ബെഡിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവർക്ക് വെയിറ്റ് ബെയർ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ കാലിലേക്ക് വെയിറ്റ് കൊടുത്ത് എഴുന്നേറ്റിരിക്കണമെങ്കിൽ ഒരു 2-3 പേരെങ്കിലും ഹെൽപ്പ് വേണം. എങ്കിൽ പോലും അവർക്ക് അത് പോസിബിൾ അല്ല എഴുന്നേറ്റ് നിൽക്കാനുള്ളത്. അതായത് കാലിലേക്കുള്ള മസിലിന്റെ ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട് മടങ്ങി പോകാനും, അതുപോലെ തന്നെ ഹിപ്പിന് ബലമില്ലാത്തതുകൊണ്ട്, നടുവിന് ബലമില്ലാത്തതുകൊണ്ട് അവർക്ക് ആ ശരിയായിട്ടുള്ള ആ ഒരു പോസ്ചർ കറക്റ്റ് ചെയ്ത് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ടിൽറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് വെച്ചാൽ നമുക്കൊരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. തല ഈ ഭാഗത്ത് വരുന്നുണ്ട്, കാലുണ്ട്. നമ്മുടെ അവരിങ്ങനെ നേരെ കിടക്കുന്നു, നേരെ കിടന്നു കഴിഞ്ഞ് ഇത് കെട്ടുന്നു. നമുക്ക് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് പൊക്കാൻ പറ്റും. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിർത്താൻ പറ്റുമോ? അതെ, നിർത്താം. ശരി. അതേലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ടോട്ടൽ ഹൈറ്റ്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ കാലിലേക്കുള്ള വെയിറ്റ് ബെയറിംഗ് കൂട്ടുക, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്. അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതേലായിരിക്കുമല്ലോ നിൽക്കുന്നത്, കാല് വരുന്നത്. അതെ, കാലിലേക്കുള്ള ബലം കൂട്ടുക. അതുപോലെ തന്നെ ഈ കൺട്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനും നല്ലതാണ്. നമുക്ക് ഇതിന്റെ ആംഗിൾ ഇനി ഇവിടെ താഴുമായിരിക്കും അല്ലേ? ഓക്കെ, പേഷ്യന്റ് നേരെ കിടത്തുന്നു, നമ്മൾ ഇനി ഇവിടെ
താക്കുന്നു. നൈസ്. അപ്പോൾ ഗ്രാജുവലി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അന്നേരം ഇതിങ്ങനെ മുറി നിൽക്കുന്നതുകൊണ്ട് അവർ സേഫാണ്. അവർ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. അനുസരിച്ച് നമുക്ക് 90 ഡിഗ്രി വരെ 90 ഡിഗ്രിയിൽ നേരെ നിർത്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ നിവരുവാണെങ്കിൽ പോലും നമുക്ക് കാലിലെ ബലം കൂട്ടാൻ പറ്റും, കാലിലേക്കുള്ളത്. അപ്പോൾ അവരുടെ കാല് പൂർണ്ണമായിട്ടും അവിടെ ഉറച്ചു നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും കാലിലേക്കുള്ള വെയിറ്റ് കൂട്ടാൻ പറ്റും. ഇതെന്താണ് ഈ ഉപകരണം? ഇതിന്റെ പേര് ഫെസ് എന്നാണ്, ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. ഇത് ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ്സുമായിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ മസിൽസിന് ആവശ്യത്തിനുള്ള ഒരു ചെറിയ കറണ്ടിൽ കൂടെ നമ്മൾക്ക് എന്താണോ ഫങ്ഷൻസ്, അത് ഇപ്പൊ കൈ മടക്കുന്നതാവാം, നിവർത്തുന്നതാവാം, അങ്ങനത്തെ സ്പെഷ്യൽ പ്രോപ്പർ ആക്ഷൻ, ആ പ്രോപ്പർ ആക്ഷൻ ഈ ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ അസുഖമുള്ള പേഷ്യൻസിന്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതേപോലെ തന്നെ അവർക്കൊക്കെ ചെറിയ കറണ്ട് വെച്ചിട്ട് അവരുടെ മസിൽസിൽ ഉണ്ടാവുന്ന കൺട്രാക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ആക്ഷൻസ് വരുത്താം. മസിൽസ് ആണ് നമുക്ക് ആക്ഷൻസ് വരുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ മസിൽസിനെ ആക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ മെഷീന്റെ സഹായത്തോടുകൂടി ആ ആക്ഷൻസ് വരുത്തുകയാണ്. അപ്പോൾ അതിൽ കൂടെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മസിൽ, ഇപ്പോൾ ഒരു മസിൽ കുറച്ച് നാൾ അനങ്ങാതിരുന്നുണ്ടെങ്കിൽ ആ മസിലിന്റെ ആക്ഷൻ ഇല്ലാണ്ടാവും, ആ മസിൽ അട്രോഫി സംഭവിക്കും, അതായത് മസിൽ വേസ്റ്റിംഗ് ഒക്കെ സംഭവിക്കും. അപ്പൊ ഈ മെഷീൻസിന്റെ ഹെൽപ്പ് കൊണ്ട് കൂടിയിട്ട് നമുക്ക് അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇല്ല, അത് നമുക്ക് ഇലക്ട്രോഡ് ഉണ്ട്, ഇലക്ട്രോഡ് വെച്ച് ലീഡ് പ്ലേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവരാണ് കോട്ടയം റീഹാബ്സിന്റെ ടീം. ഫുള്ളി ഫ്ലെഷ്ഡ് ആയിട്ടുള്ള കോട്ടയം റീഹാബ്സ് ടീമാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന. ഡോക്ടർ വിശാഖ് തന്നെ ഇവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തും. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പി സെൻ്ററുകളിൽ വർക്ക് ചെയ്ത് തഴക്കവും പഴക്കവും വന്ന പരിചയസമ്പന്നരായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് ഇവിടെയുള്ളത്. ഇത് ഷെറിൻ, ആയുഷ്, നവീൻ, ബിൻസൺ, അക്ഷയ്, സോന, ശ്രീലക്ഷ്മി, അനശ്വര, ചാന്ദിനി, ആര്യ. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോട്ടയം റീഹാബ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഞാനും ബിൻസനും കൂടെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പതുക്കെ വെച്ച് വരുന്നത്. നമ്മളൊരാളുടെ ആശയം കൊണ്ട് മാത്രമല്ല ഒരു കോട്ടയം റീഹാബ്സ് ഉണ്ടായത്. നമ്മളൊരു ടീമായിട്ട് നമ്മൾ കോട്ടയം റീഹാബ്സ് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവരെല്ലാവരുമായിട്ട് പരിചയക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ ഒത്തുചേർത്താണ് നമ്മൾ കോട്ടയം റീഹാബ്സ് ഈ ഒരു ബിൽഡിംഗ് ആയിട്ട് ഇവിടെ മാറിയത്. ജനാരോഗ്യവുമായി ബന്ധപ്പെട്ട, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം കൂടിയാണ് കോട്ടയം റീഹാബ്സ്. ആ നിലയ്ക്ക് നമ്മൾ ഇതിന്, ഈ സംരംഭത്തിലേക്ക് ആവശ്യമായ നിക്ഷേപം, മൂലധനം കണ്ടെത്തിയത് എങ്ങനെയാണ്? നമ്മൾ ഒരു 70% നമുക്ക് കയ്യിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിൽ മുടക്കാൻ പറ്റി. പക്ഷേ ലാസ്റ്റ് ഘട്ടത്തോട് വന്നപ്പോൾ നമ്മൾ മിഷനറീസിൻ്റെ കോസ്റ്റ് ഇതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു PMEGP എന്ന ഒരു പദ്ധതിയെപ്പറ്റി അറിയാൻ പറ്റി. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ കോളേജ് SBI ബാങ്കുമായിട്ടും ഈ PMEGP അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് അറൗണ്ട് 20 lakhs ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സബ്സിഡിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സഹായമായിരുന്നു. സംരംഭകരെ സഹായിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒട്ടേറെ പദ്ധതികളുണ്ട്. സാമ്പത്തിക സഹായം നൽകുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അത് പലതും പൊതുജനങ്ങൾ അല്ലെങ്കിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ അറിയാതെ പോകുന്നു എന്നതാണ് സത്യം. ആ നിലയ്ക്ക് ഡോക്ടർ വിശാഖ് പറഞ്ഞത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സംരംഭം കൂടിയാണ് കോട്ടയം റീഹാബ്സ്. കോട്ടയം റീഹാബ്സ് മാത്രമല്ല, ഇതുപോലുള്ള ഏത് സംരംഭങ്ങളും വളരെ വലിയ നിക്ഷേപം ആവശ്യമായി വരുന്നതാണ്. അവർക്ക് PMEGP പോലെ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സബ്സിഡിയുള്ള, സർക്കാർ സബ്സിഡിയുള്ള, താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് വായ്പ കിട്ടുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അവരവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭകരാകാനും കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയും എന്നതുകൂടിയാണ് ഈ ഒരു എപ്പിസോഡ് നൽകുന്ന മെസ്സേജ്. കോട്ടയം റീഹാബ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ പൂർണ്ണ സജ്ജമായ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മുകളിലും താഴെയും നിലകളിലായി 7 ക്യൂബിക്കിളുകൾ ആണ് ഇവിടെ രോഗികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള ഒരു കെയറാണ് ഓരോ രോഗിക്കും ഇവിടെ നൽകുന്നത്. ട്രെയിൻഡ് ആയിട്ടുള്ള
എക്സ്പീരിയൻസ്ഡ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനമാണ് കോട്ടയം റീഹാബ്സ് ഉറപ്പു നൽകുന്നത്. ഇവർക്ക് 2 സെൻറ്ററുകളാണ് കോട്ടയത്തുള്ളത്. ഒരെണ്ണം ഇതും മറ്റൊന്ന് ഇവിടെ അടുത്ത് തന്നെ അമ്മഞ്ചേരിയിലുമാണ് ഉള്ളത്. കോട്ടയം റീഹാബ്സിൻ്റെ 3ാമത് ബ്രാഞ്ച് കോട്ടയം കാണക്കാരിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. കോട്ടയം റീഹാബ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ഏറ്റുമാനൂർ MC റോഡിൽ കാരിത്താസ് ജംഗ്ഷന് സമീപമാണ്. ഇവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. രോഗപീഠകളോ അപകടങ്ങളോ ആർക്കും സംഭവിക്കാം, നാളുകളിൽ ആർക്കും സംഭവിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശയ്യാവലംബിയായി പോകാതെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനും നമ്മുടെ ദൈനംദിന കാര്യങ്ങളും നമുക്ക് സ്വയമേവ ചെയ്യാനുള്ള നമ്മുടെ കരുത്ത് തിരിച്ചു പിടിക്കുന്നതിന് ഇത്തരം സെൻറ്ററുകൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെ നിങ്ങൾക്കറിയുന്നതോ ആർക്കെങ്കിലുമായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ മടിക്കാതെ കോട്ടയം റീഹാബ്സുമായി ബന്ധപ്പെടാം. ഇവിടെ എക്സ്പേർട്ടായ എക്സ്പീരിയൻസ്ഡ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.